ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരു ചെറിയ അംഗീകാരം കിട്ടി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒക്കെ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ ചെയ്യുന്ന സ്വയം തൊഴിലിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ഞാനങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് ചെയ്യുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതും ചിപ്സും അതുപോലെ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്ത് പഞ്ചായത്തിലും അതുപോലെ 2-3 കടകളിലും ഒക്കെ ആയിട്ട് സപ്ലൈ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അത് നമ്മുടെ 5 പഞ്ചായത്തിൽ നിന്ന് ഉള്ളതിൽ ഞങ്ങളുടെ കടപ്പുറ ഗ്രാമപഞ്ചായത്തിൻ്റെ ബെസ്റ്റ് സംരംഭയ്ക്കുള്ള അവാർഡ് എനിക്കാണ് കിട്ടിയത്. ഇതാണ് കിട്ടിയത്. അപ്പം പോകാൻ നേരത്തൊന്നും ഇൻട്രോ എടുത്തില്ല. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കാണുന്നവർക്ക് ചെറിയൊരു ഇതായിട്ട് തോന്നും. ഞാൻ ഈ സംരംഭം തുടങ്ങിയപ്പോൾ ഒത്തിരി പേര് എന്നോട് വേറെ ജോലിയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. നമുക്ക് എല്ലാവരും നെഗറ്റീവ് എനർജിയൊക്കെ തരത്തുള്ളൂ. പക്ഷേങ്കിൽ ഞാൻ ആദ്യം ഉണ്ണിയപ്പവും അതുപോലെ കൊള്ളപ്പം അച്ചപ്പം അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അച്ഛന് വയ്യാതായപ്പോഴത്തേക്കിന് അങ്ങനെ അതെല്ലാം നിർത്തി. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മാത്രമായിരുന്നു. പിന്നെ അച്ചാറൊക്കെ ഇടയ്ക്ക് പറയുമ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുമായിരുന്നു. അതൊക്കെ നല്ല ചിലവായിരുന്നു. ഉണ്ണിയപ്പത്തിന് നല്ല ചിലവുണ്ടായിരുന്നു. പക്ഷേ സമയക്കുറവും അച്ഛൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കേണ്ട വന്നപ്പോഴത്തേക്കിന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഞങ്ങൾ നിർത്തിയായിരുന്നു. കാരണം അത് ഒത്തിരി നേരം ടൈം എടുത്ത് ചെയ്യേണ്ടതുകൊണ്ട് അവരെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞായിരുന്നു ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുള്ളതുകൊണ്ട് ഞാനതങ്ങ് നിർത്തിയായിരുന്നു. പിന്നെ ഇനിയിപ്പം വീണ്ടും അത് ആരംഭിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് അവർ വിളിച്ചു പറഞ്ഞത്. കടപ്പുറ പഞ്ചായത്തിൽ നിന്ന് ചേച്ചിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാളെ 11 മണിക്കാണ് പരിപാടി വരണമെന്ന്. അപ്പം രാവിലെ അവർ രണ്ടുപേരും അക്കൂന് 10 മണി കഴിഞ്ഞായിരുന്നു പോകേണ്ടത്. അപ്പോൾ അവർ പോയി കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ നന്നായിട്ട് ലേറ്റ് ആയായിരുന്നു. അപ്പോൾ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പോയിട്ട് വന്നിട്ട് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് നിങ്ങളുമായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ അംഗീകാരം. അപ്പോൾ അവിടുത്തെ പോയ വിശേഷങ്ങളും എനിക്ക് മൊമെൻറ്റോ തരുന്ന വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വിഷയം അവതരിപ്പിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. ഇന്ന് നമ്മൾ പൂർത്തീകരണം നടത്തി ഇന്ന് പ്രഖ്യാപനത്തിലേക്ക് എത്തിയേക്കുന്നത്. അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം അറിയാത്തത് കൊണ്ടാണോ നമ്മുടെ 5 പഞ്ചായത്തിലെ ആൾക്കാരിൽ നിന്ന് ഇത്രയും കുറവ് പ്രതിനിധികൾ എത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷേ സർക്കാരിൻ്റെ നിങ്ങളുടെ 5 പഞ്ചായത്തിനുമായിട്ട് അനുവദിക്കപ്പെട്ടത് 4,83,00,000 രൂപയാണ്. അതിൻ്റെ ആദ്യഘട്ട പ്രഖ്യാപനമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നിസ്സാര കാര്യമല്ല. 1,220 ടാർജറ്റ് പൂർത്തീകരിച്ചു. ടാർജറ്റ് എന്ന് വെച്ചാൽ മൈക്രോ സംരംഭം എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ സ്വയം വരുമാനത്തിലേക്ക് എത്തക്കത്തക്ക രീതിയിലുള്ള സംരംഭങ്ങളുടെ പൂർത്തീകരണം ഇതിൻ്റെ പ്രഖ്യാപനമാണ് ഇന്ന് നടക്കുന്നത്. ചെറിയ കാര്യമാണോ? പറ. അപ്പം അതേ ലെവലിലേക്ക് നമ്മളുടെ എല്ലാ CDSകളും അത് ഉൾക്കൊണ്ടേണ്ടിയിരുന്നു. കാരണം ഇതെല്ലാം നമ്മൾ പരിപാടി എന്തിനാണ് സംഘടിപ്പിക്കുന്നത്? ആൾക്കാർക്കൊരു ആവേശം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ
ആദ്യമേ തന്നെ പുളിങ്കീഴ് ബ്ലോക്ക് RKDBയുടെ ഈ ടാർഗറ്റ് പൂർത്തീകരണത്തിന് നമ്മുടെ ടീമിനെ ഏറ്റവും കൂടുതൽ സഹായിച്ച പൂർണ്ണ പിന്തുണ സംവിധാനം നമുക്ക് നൽകി തന്ന നമ്മുടെ സ്വന്തം BNSCP കമ്മിറ്റിയെ ആദരിക്കലാണ്. BNSCP കമ്മിറ്റിക്ക് സ്നേഹാദരവ് നൽകാനായിട്ട് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് വിജി നയനാൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരെയും അത്യധികം ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സംരംഭകരായ ശ്രീമതി ശ്രീലത ശിവദാസ് പെരിങ്ങര പഞ്ചായത്ത് അമ്മ ഫുഡ്സ്, ശ്രീമതി നിഷ മാധവൻ നെടുമ്പ്രം പഞ്ചായത്ത് ആമി ടേസ്റ്റി ഫുഡ്സ്, ശ്രീമതി റിനിമോ ടി രാജൻ കുറ്റൂർ പഞ്ചായത്ത് ബെറ്റർ ബൈറ്റ്സ്, ശ്രീമതി രഞ്ജിനി CL നിരണം പഞ്ചായത്ത് മിഡ്മ LED ലൈറ്റ് ആൻഡ് ബൾബ്, ശ്രീമതി എലിസബത്ത് എബ്രഹാം കടപ്ര പഞ്ചായത്ത് മെർലിൻ ചിപ്സ് എന്നിവരെ സ്നേഹാദരവ് പാരിതോഷികം സ്വീകരിക്കാനായി ക്ഷണിക്കുന്നു. യഥാക്രമം നിരണം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MG ദേവിസാർ, അതുപോലെ തന്നെ പെരിങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷീജ തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് ഷീന മാത്യു പെരിങ്ങര പഞ്ചായത്ത്. ശ്രീമതി രഞ്ജിനി CL, ശ്രീമതി റിനിമോ ടി രാജൻ, ശ്രീമതി എലിസബത്ത് എബ്രഹാം, ശ്രീമതി നിഷ മാധവൻ, അടുത്തതായി നമ്മളൊരു സർപ്രൈസ് പാരിതോഷികം നൽകുകയാണ്. നമ്മുടെ BNSCP കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും അറിയില്ല. BNSCP കമ്മിറ്റി മീറ്റിങ്ങുകളിൽ 95% ഹാജർ നിലയുള്ള 2 കമ്മിറ്റി അംഗങ്ങളെ നമ്മൾ ഈ വേളയിൽ അനുമോദിക്കുകയാണ്. എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ. ശ്രീമതി ശോഭ സാഗറിനെയും അതുപോലെ തന്നെ വിനത മോഹനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശോഭ മോഹൻ പുത്തൂർ പഞ്ചായത്ത് CDS അംഗവും നമ്മുടെ എക്സ് ഓഫീഷ്യോ അംഗവുമാണ്. വിനത മോഹൻ നെടുമ്പരം പഞ്ചായത്ത് ഉപജീവന ഉപസമിതി കൺവീനറാണ്. BNSCP കമ്മിറ്റി അംഗം. ഉച്ചയോടുകൂടി പരിപാടികളെല്ലാം കഴിഞ്ഞു. ഉച്ചയൂണ് പിന്നെ അവരവിടെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയൂണ് എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഫോട്ടോയും എടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു.
പിന്നെ ഇത് നമുക്ക് ഇത് 1022 പേരാണ് ഇപ്പോൾ സ്വയം തൊഴിലിന് വേണ്ടി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ എല്ലാ മാസവും നമ്മുടെ സംരംഭം വന്ന് കാണുകയും അതുപോലെ നമ്മുടെ കണക്കും കാര്യങ്ങളും എല്ലാം എടുത്ത് ജില്ലാ മിഷനിൽ എല്ലാ മാസവും അവർ അയച്ചു കൊടുക്കാറുണ്ട്. എല്ലാ മാസവും കൃത്യമായിട്ട് അവർ നമ്മളെ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പം എന്ത് സംരംഭമാണോ ഏത് പ്രൊഡക്റ്റാണോ ആ സമയം നമ്മുടെ അടുത്തുള്ളത് ആ വന്ന ഡേറ്റ് ഇട്ട് അവർ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത് നിർത്തി നമ്മുടെ ഫോട്ടോ എടുത്ത് അവർ ജില്ലാ മിഷൻ അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ സംരംഭം ചെയ്തു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.